ചാനൽ. അപ്പോൾ ഒരു ഈസി പരിപ്പ് കുത്തിക്കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ ഇത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് പരിപ്പ് എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ളത്, എന്നിട്ടത് കഴുകി വെക്കുക. പിന്നെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള പരിപ്പിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ലപോലെ നിൽക്കാൻ പാകത്തിന് നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സവാളയും തക്കാളിയും അരിഞ്ഞിടുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളകോ കൂടെ ഇടാം കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. എനിക്ക് എരിവ് കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നല്ലോണം കുഞ്ഞുള്ളി എടുക്കുക. ഇതാണ് ഈ പരിപ്പ് കുത്തി കഴിച്ചതിൻ്റെ മെയിൻ ടേസ്റ്റിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വറ്റൽമുളകിൻ്റെ ഒപ്പം അത് ചതച്ചതിന് ശേഷം തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. അതാണ് സെക്കൻഡ് ടിപ്പ്. എന്നിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഒരു 3 വിസിൽ അത്രയൊക്കെ മതി വേവാൻ. നല്ലപോലെ വെന്തോടെയാണെന്നുണ്ടെങ്കിൽ 3 വിസിൽ. നമ്മൾ പിന്നെ പരിപ്പ് കുത്തി കാച്ചതിനൊപ്പം അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള മീൻ പൊരിച്ചതാണ് ഇതിട്ടുള്ളത്. പിന്നെ ഒരു വഴുതനങ്ങ തോരനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 വിസിലടിച്ച് അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ നമ്മുടെ പരിപ്പിനെ തുറന്ന് നോക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ നമുക്കൊരു കുഞ്ഞു പാത്രം ചൂടാക്കിയിട്ട് താളിക്കുക കേട്ടോ. അതിന് നെയ്യാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് 3rd ടിപ്പ്. ഈ 3 ടിപ്പും ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലേവറുള്ള പരിപ്പ് കുത്തി കാച്ചിയതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ അതിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ്ഡ് ഇടുക. അത് ആ നെയ്യിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി തന്നെ മുരിഞ്ഞ് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പരിപ്പ് കുത്തി കാച്ചിയതിലേക്ക് ഇതിനെ ഒഴിച്ചാൽ മതി. അത്ര ഈസിയാണ്. നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ ഒരു മിസ്റ്റേക്കും വരില്ലാത്ത സാധനമാണ്. അത്ര ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സ്പേർട്ട് കുക്കിംഗ് ഷെഫ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ ഈസി റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കണേ പ്ലീസ്. എന്നിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പി വേണമെന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.